പാലക്കാടിന്റെ ഇടതുകോട്ടകൾ കാക്കാനും നഷ്ടപ്പെട്ട സീറ്റുകൾ വീണ്ടെടുക്കാനും കച്ചകെട്ടിയിറങ്ങുകയാണ് LDF. ജില്ലയിൽ CPIM-നുള്ള 8 സിറ്റിംഗ് MLA-മാരിൽ 7 പേരെയും മത്സരിപ്പിക്കാൻ ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായി. ആലത്തൂർ മണ്ഡലത്തിലെ ജയസാധ്യത പരിഗണിച്ച് 2 ടേം MLA ആയ KD പ്രസേനനെ മാറ്റി പുതിയ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ CPIM തീരുമാനിച്ചു. അതേസമയം ഏറെ ശ്രദ്ധേയമായ പാലക്കാട് മണ്ഡലത്തിലടക്കം CPIM ആരെ മത്സരിപ്പിക്കുമെന്നത് ഇപ്പോഴും സസ്പെൻസായി തുടരുകയാണ്. ഇതിനിടെ പാലക്കാട് ഷാഫി പറമ്പിലിന്റെ നോമിനിയായി രമേശ് പിഷാരടി വരുമെന്നത് ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്കുണ്ടാക്കിയ നാണക്കേട് മറികടക്കാൻ പിഷാരടിക്ക് സാധിക്കില്ലെന്നാണ് തീരുമാനത്തെ എതിർക്കുന്നവരുടെ വാദം. രമേശ് പിഷാരടിയെ തന്റെ സ്ഥാനാർത്ഥിയാക്കി തന്റെ അപ്രമാദിത്വം ഉറപ്പിക്കാനാണോ ഷാഫി പറമ്പിലിന്റെ ശ്രമം? സിറ്റിംഗ് MLA-മാരെ വീണ്ടും കളത്തിലിറക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള നീക്കം CPIM-ന് ഗുണം ചെയ്യുമോ? ആദ്യം കാണാം RDX. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ മണ്ഡലത്തിൽ 2 ടേം പൂർത്തിയായ KD പ്രസേനനെ മാറ്റാനാണ് CPIM തീരുമാനം. മണ്ഡലത്തിൽ ജയസാധ്യത ഉണ്ടെന്ന വിലയിരുത്തലിലാണ് KD പ്രസേനന് പകരം മറ്റൊരാളെ പരീക്ഷിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി എന്നിവരുടെ പേരാണ് ആലത്തൂരിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം നെന്മാറയിൽ 2 ടേം പൂർത്തിയാക്കിയ K ബാബുവിന് ഇളവ് നൽകിക്കൊണ്ട് CPIM-ന്റെ 7 സിറ്റിംഗ് MLA-മാർ തുടരാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ കടുത്ത പോരാട്ടം നടക്കാൻ സാധ്യതയുള്ള പാലക്കാട് സ്ഥാനാർത്ഥിയെ CPIM ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടിയെ പരിഗണിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്ഥിരീകരിച്ചു. പാലക്കാട് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമേശ് പിഷാരടി ശാന്തനായ സ്ഥാനാർത്ഥിയല്ലെന്നും ഷാഫി പറമ്പലിന്റെ നോമിനിയെ വീണ്ടും മത്സരിപ്പിക്കാനാകില്ലെന്നുമാണ് ഒരു വിഭാഗം വാദമുയർത്തുന്നത്. RDX ന്യൂസ് മലയാളം. പാലക്കാട് മണ്ഡലത്തിൽ ചലച്ചിത്ര താരം രമേശ് പിഷാരടിയെ പരിഗണിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മണ്ഡലത്തിൽ പരിഗണിക്കുന്നവരിൽ ഒരാളാണ് പിഷാരടി എന്നും എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തീരുമാനങ്ങളായിട്ടില്ല. തീരുമാനം നമ്മുടെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, സ്ക്രീനിങ് കമ്മിറ്റിയിൽ വെച്ച് പിന്നെ അത് അവിടെ കൊണ്ടുപോയി അവിടെ നമ്മൾ പാലക്കാടത്തെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. നമ്മൾ പലരെയും പരിഗണിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അധികാരം ഇല്ലാത്ത കാലത്തും കോൺഗ്രസിന്റെ കൂടെ നിന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുന്നു എന്നുള്ള അഭിമാനമാണ്. ഷൊർണൂർ മണ്ഡലത്തിൽ P മമ്മിക്കുട്ടി ആണ് ഷൊർണൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടി. CPIM അല്ലല്ലോ, കഴിഞ്ഞ തവണത്തേതല്ല. അയച്ചൊക്കെ പോയാൽ മതി, അതാ നല്ലത്. അതെ. P മമ്മിക്കുട്ടി 74,400, 48.98%. ഫിറോസ് ബാബു 37,726, 24.83%. സന്ദീപ് വാര്യർ 36,973, 24.34%. ഭൂരിപക്ഷം 36,674. പാലക്കാട് മണ്ഡലത്തിൽ നോക്കിയാൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ K പ്രേംകുമാർ 74,859, 46.45%. P സരിൻ 59,707, അതായത് 37.05%. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് വേണുഗോപാലാണ്. BJPയുടെ സ്ഥാനാർത്ഥിയായി വന്നത് 25,056, അതായത് 15.55%. അങ്ങനെ അവിടെ ഭൂരിപക്ഷം 15,152 മണ്ണാർക്കാട് N ഷംസുദ്ദീനാണ് വിജയിച്ചത്. അവിടെ ഭൂരിപക്ഷം 5,870 ആയിരുന്നു. കോങ്ങാട് K ശാന്തകുമാരിയാണ് വിജയിച്ചത്. അവിടെ CPIM-ന്റെ സ്ഥാനാർത്ഥി. അവിടെ ഭൂരിപക്ഷം 27,219 ആയിരുന്നു. മലമ്പുഴയിൽ CPIM സ്ഥാനാർത്ഥി A പ്രഭാകരനാണ് വിജയിച്ചത്. 75,934 വോട്ടുകളാണ് നേടിയത്. ഭൂരിപക്ഷം 25,734 ആയിരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് 18,840 വോട്ടുകൾക്കാണ്. ചിറ്റൂർ മണ്ഡലത്തിൽ K കൃഷ്ണൻകുട്ടി ജയിച്ചത് 33,878 വോട്ടുകൾക്കാണ്. നെന്മാറ മണ്ഡലത്തിൽ K ബാബു CPIM സ്ഥാനാർത്ഥി വിജയിച്ചത് 28,704 വോട്ടുകൾക്കാണ്. തരൂർ മണ്ഡലത്തിൽ PP സുമോദ് CPIM സ്ഥാനാർത്ഥി വിജയിച്ചത് 24,531 വോട്ടുകൾക്കാണ്. ആലത്തൂർ മണ്ഡലത്തിൽ KD പ്രസേനൻ വിജയിച്ചത് 34,118 വോട്ടുകൾക്കാണ്. തൃത്താലയിൽ MP രാജേഷ് വിജയിച്ചത്
3016 വോട്ടുകൾക്കാണ്. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസീൻ വിജയിച്ചത് 17,974 വോട്ടുകൾക്കും. കഴിഞ്ഞ തവണത്തെ റിസൾട്ടായിരുന്നു. അപ്പോൾ സനീഷ്, ഇതിനകത്ത് ഏതാണ്ട് ആലത്തൂർ KD പ്രസേനൻ ഒഴികെ ബാക്കി എല്ലാ സിറ്റിംഗ് MLA-മാരെയും മത്സരിപ്പിക്കാനാണ് ധാരണ. പക്ഷേ അതിനപ്പുറത്തുള്ള മണ്ഡലങ്ങൾ കൂടി ഈ കാര്യത്തിൽ നോക്കണമല്ലോ. ഇപ്പോൾ തൃത്താലയിൽ മത്സരം നടക്കുക ഇത്തവണയും MP രാജേഷും VT ബൽറാമും തമ്മിൽ തന്നെ ആയിരിക്കുമെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. പക്ഷെ പാലക്കാട് അടക്കം ഉള്ള മണ്ഡലത്തിൽ ചിത്രം വ്യക്തമാകാനുണ്ട്. എന്താ തോന്നുന്നു? അല്ല, ഇതിനകത്ത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആവേശകരമായിട്ടുള്ള ചില പോരാട്ടങ്ങൾ നടന്നു. പ്രത്യേകിച്ച് ഈ തൃത്താലയൊക്കെയുള്ള പോരാട്ടങ്ങൾ ഏത് ഭാഗത്തേക്കും ആളുകൾക്കും ആവേശകരമായ പോരാട്ടങ്ങൾ നടന്ന സ്ഥലമാണത്. ഞാനിവിടെ നമുക്കിത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. പക്ഷേ ഇവിടെ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത, അവിടെ BJP ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് എന്നതുകൊണ്ട് കൂടിയാണ്. BJPയുടെ വോട്ടുകളൊക്കെ എങ്ങനെ സമാഹരിക്കപ്പെടും എന്നതൊക്കെ ഒരു കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമായിരിക്കും. അതുകൊണ്ടായിരിക്കണം മറ്റ് റിസ്ക്കുകളൊന്നും എടുക്കാതെ ഈ പറയുന്ന ഒരാളൊഴികെ ബാക്കി എല്ലാവരെയും മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ച്. ഉറപ്പായിട്ടും പിഷാരടിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ പരിഗണിക്കുന്നുണ്ട്, പക്ഷേ അന്തിമ തീരുമാനം ആവുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ തീരുമാനം എടുക്കുമ്പോൾ കുറേ കൂടെ ഗാഠമായിട്ടുള്ള ആലോചനകൾ നടത്തുമായിരിക്കും കോൺഗ്രസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും അതിനപ്പുറത്ത് കൂടുതൽ ആലോചനകളിലേക്ക് ഇപ്പോൾ പോകേണ്ടതുമില്ല. പരീക്ഷണങ്ങളെക്കാൾ പരിചയസമ്പത്തിന് പ്രാധാന്യം നൽകി LDF മുന്നോട്ട് പോകുമ്പോൾ പുതുമുഖങ്ങളെയും താരപ്രഭയെയും ഉപയോഗിച്ചുള്ള പോരാട്ടത്തിനാണ് UDF ഒരുങ്ങുന്നത്. സിറ്റിംഗ് MLA-മാരുടെ ജനപ്രീതിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് CPIM തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നതെന്ന് വ്യക്തമാണ്. ഉപതെരഞ്ഞെടുപ്പിലടക്കം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം ഉയർത്തി പ്രചാരണത്തിനിറങ്ങാനും പാർട്ടി തുനിഞ്ഞേക്കും. അതേസമയം മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ നാണക്കേടിനെ രമേശ് പിഷാരടിയെ കളത്തിലിറക്കി പരിഹാരം കാണാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായമുണ്ട്. എതിർപ്പുകൾക്കിടയിലും പിഷാരടിയെ വെച്ചൊരു സെലിബ്രിറ്റി പരീക്ഷണത്തിന് കോൺഗ്രസ് മുതിരുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ഇതിനൊപ്പം പാലക്കാട് നഗരസഭ നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ BJPയും മത്സരരംഗത്തെത്തുന്നതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാകും പാലക്കാട് ജില്ല സാക്ഷ്യം വഹിക്കുക. കഴിഞ്ഞ തവണ പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തേക്ക് എത്തിയ BJP ഇത്തവണ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാകും കളത്തിലിറക്കുക. കോട്ടകൾ വിള്ളലില്ലാതെ കാക്കാൻ LDF-നും തർക്കങ്ങൾ മറികടന്ന് വിജയം നിലനിർത്താൻ UDF-നും തരംഗം സൃഷ്ടിക്കാൻ BJPക്കും ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം.